ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് പോയിട്ടുള്ളത് പെരിന്തൽമണ്ണ എംഇഎസിൻ്റെ അടുത്തുള്ള ഇറാ പാർക്കിലാണ് കേട്ടോ. അവിടെ എൻട്രൻസ് ഫീസ് വരുന്നത് 100 രൂപയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രൻസ് ഫീ ഒന്നും വേണ്ട കേട്ടോ. പിന്നെ ഞങ്ങൾ പാർക്കിൽ പോയി ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് സ്പേഷ്യസ് ആണ് കേട്ടോ. ഒരുപാട് നമുക്കിങ്ങനെ നടന്ന് കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഗാർഡനും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ കയറിയാൽ തന്നെ നമുക്ക് വേറെ എവിടെയോ എത്തിയ പോലെയാണ് തോന്നുക. നല്ല നീറ്റ്നെസ്സായിട്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ പാർക്കിൽ. ഒരു എന്താ പറയുക, നമുക്കൊരു താഴത്തൊരു വേസ്റ്റ് പോലും കിടക്കണ കാണാൻ പറ്റില്ല. അത്രയും വൃത്തിയാക്കിയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇലക്ട്രിക് റൈഡുകളാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഹോഴ്സ് റൈഡ്, കുട്ടികളെ ബാക്കിയുള്ള സ്ലൈഡുകൾ, ഒരുപാട് സ്ലൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിനകത്ത് പെറ്റ്സിൻ്റെ സോണൊക്കെ ഉണ്ട്. ഒരുപാട് കിളികളെ സൗണ്ടൊക്കെ പുറത്തേക്ക് കേൾക്കായിരുന്നു. പക്ഷേ ലേറ്റായി എത്തിയ കാരണം ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല കേട്ടോ. നല്ല മിസ്സായിപ്പോയേ. അതിൻ്റെ അകത്താണ് ഒരുപാട് കാണാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായി കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ നല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഫുഡ് സ്റ്റാൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഷെയാന് മാങ്ങ കഴിക്കുമ്പോൾ എങ്ങനെയുണ്ടോ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരവർ അടിപൊളിയാണെന്ന് പറയുന്നു ഷാന്. അതുപോലെ കുട്ടികൾക്ക് അഡ്വഞ്ചറായിട്ടുള്ള ഒരുപാട് സ്ലൈഡുകളുണ്ട്. പിന്നെ അവൻ്റെ അടുത്ത് ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവന് പോസ് ചെയ്ത് തരികയാണ്. അങ്ങനെ ബോട്ടിങ്ങൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റാത്ത മോഡലിൽ ബോട്ടിംഗ് ഉണ്ട്. നല്ല നീറ്റ്നെസ്സായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൂളൊക്കെ ഉണ്ട്, സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സ്വിമ്മിങ് പൂളിലൊന്നും ഞങ്ങൾ ഇറങ്ങിയില്ല കേട്ടോ. വേറെ എക്സ്ട്രാ ഡ്രസ്സൊന്നും കയ്യിൽ പിടിക്കാത്ത കാരണം അതിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വളാഞ്ചേരി പോയി ഡെയിൻ ഫുഡ് പോയി ഷവായും റൊട്ടിയൊക്കെ കഴിച്ചു കേട്ടോ. വിശന്നതുകൊണ്ടാണെന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുന്ന് ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല.